നമ്മുടെ ചാലക്കുടി ആനമലയിൽ വന്നിരിക്കുന്ന മാജിക് ലാൻഡ് എക്സ്പോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻട്രൻസിലേക്ക് നമ്മൾ കിടക്കാൻ പോണ്. നമ്മൾ എൻട്രൻസിലേക്ക് പോകുമ്പോൾ 120 രൂപ ടിക്കറ്റ് കൊടുത്താണ് നമ്മൾ കിടക്കണേ. നമുക്കത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നണ്ട. കുട്ടികൾക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളാണ്. മീനുകളായിട്ടും പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ പല പല ഭാഗങ്ങളാണ് കാണിച്ചത്. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിറയെ മത്സ്യങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നാണ്ട് കയറി ചെന്നാൽ നമ്മളെ 2 മീനുകളുണ്ട്, വലിയ മീനുകൾ. നമ്മൾ കാണുമ്പോൾ തോന്നും ജീവനില്ലാത്ത, പക്ഷെ നല്ല ജീവനോടുകൂടിയുള്ള മീനുകളാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് 3 കുട്ടിക്കുറുമന്മാർ അവിടെ ഉണ്ട്. 3-4 പേരുണ്ട് അവിടെ. അവർ നമ്മളെ സ്വീകരിക്കും, ഷെയ്ക്കൻ്റെ വരും. നമ്മളതൊക്കെ കാണാം. അതിന് ശേഷം നമ്മൾ മറ്റേ എൻട്രൻസിലേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും. അവരുടെ ആ ഭാഗം കഴിയണം. ഒത്തിരി ആൾക്കാരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത്. അപ്പം നമുക്ക് പിള്ളേരുകൾക്കൊക്കെ എല്ലാവർക്കും കടന്ന് അതിൽ ആ ഷോ കാണണം. കണ്ടില്ലെങ്കിൽ നമുക്കത് നഷ്ടമായിട്ട് വരും. പിന്നെ മൃഗങ്ങൾ, മാനിനൊക്കെ ഡമ്മി പോലെ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ കാണാത്ത ഒത്തിരി മത്സ്യങ്ങൾ, പല വെറൈറ്റി രീതിയിലുള്ള ചെമ്മീനുകളാണ് ഇവിടെ കാണിക്കണേ. ശരിക്കും കടലിനകത്ത് എങ്ങനെയാണ് അതേപോലെ തന്നെ കാണിച്ചിരിക്കണം. കണ്ടോ, മത്സ്യങ്ങൾ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ്. കണ്ടത് ശരിക്കും നമുക്കവിടെ നിന്ന് കാണാനായിട്ട് കുറച്ച് സമയം അതിൽ തന്നെ ചിലവഴിക്കാൻ പറ്റും. ഇത് തെരണ്ടി, പുള്ളിത്തെരണ്ടിയാണ്. ഇത് പുള്ളിവാഗിയാണ്. നല്ല മീനുകളാണ്, വലിയ വലിപ്പമുള്ള മീനുകളാണ് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള മത്സ്യങ്ങളാണ്. നമ്മൾ കാണാത്ത ഒത്തിരി മത്സ്യങ്ങൾ നമ്മളിവിടെ കാണാൻ പറ്റും. നമുക്ക് കണ്ടോ, മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരേ ടാങ്ക് പോലെ. ഇത് നമ്മൾ വിചാരിക്കും മുഴിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മീനുകളെ കണ്ട മുഴിയുടെ രൂപത്തിലാണ്, പക്ഷെ ഇത് വെറൈറ്റി മത്സ്യമാണ്. ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ശേഖരിച്ച് വെച്ചേണ്ടതാണ്. നല്ല വലിപ്പമുള്ള മീനുകളാണ് ഈ കാണുന്നത്. ചില ടാങ്കിൽ 1 മീന് 2 മീനൊക്കെ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് മനോഹരമായിട്ട് വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മീനുകളുണ്ട്. ഇതിനകത്ത് പലതരം കളറുള്ള മീനുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ, മീനുകളൊക്കെ കളിക്കാൻ നല്ല സൗകര്യം ഒരുക്കി വെച്ചേക്കണം. നല്ല വെറൈറ്റികളാണിത്. ഇത് ഏഞ്ചൽ ഫിഷാണ്. കാണാൻ ഒത്തിരി മീനുകളുണ്ട് ഇതിൽ. പലതരത്തിലുള്ള കളേഴ്സ് മീനുകളാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. നമുക്ക് കണ്ട് കൊതി മാറില്ല. അതേപോലെ നമ്മളെങ്ങും ഇതേപോലെ മീനുകൾ ചാലക്കുടി അമ്മിന് വരെ വന്നാലും നമ്മൾ കണ്ടിട്ടില്ലേ ഈ മീനുകളൊന്നും. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്, എൻട്രൻസിലേക്ക് കിടക്കാൻ പോകുന്നത്, ഇരുമ്പോണ്ട് ഇങ്ങനെ ആർച്ച് പോലെ വെച്ചിട്ട് ആ ആർച്ചിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആർച്ച് പോലെ വെച്ചിട്ടാണ് അതിനകത്ത് മീനുകളെ നിറച്ചാണ്. അത് ശരിക്കും വ്യക്തമായിട്ട് കാണണം. അത് നിങ്ങൾ ആർച്ചിനകത്ത് കണ്ടോ, ആർച്ച് പോലെയാണ്. അപ്പോൾ അതിനകത്ത് വലിയ വലിയ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഫിഷിൻ്റെ മാത്രമായിട്ടുള്ളൊരു ലോകമാണ് അതിനകത്ത് കാണിക്കുന്നത്. വലിയ വലിയ മീനുകളെ ആർച്ചിനകത്ത് വന്നിട്ട് എന്താ പറയുക, അത്രയും മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം, ഫിഷിൻ്റെ ഭാഗം. ഫിഷ് ഒത്തിരി വലിപ്പമുള്ള മീനുകളാണ് ഇതിനകത്ത് കാണാം. കണ്ടോ, ആർച്ച് പോലെ 2 വശത്തുനിന്നും നമുക്ക് മീനെ കാണാം. അതേപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത്. ഒറ്റ വീഡിയോയിലേക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അങ്ങനെ പാമ്പിൻ്റെ ഇതൊക്കെ നമ്മൾ 2 സെക്ഷൻ വേറെ വരും. ഇതിൻ്റെ പാർട്ട് 3 വരെ വരും. ഇതിപ്പം പാർട്ട് 1 ആണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. കാരണം മീനിൻ്റെ മാത്രം നമ്മൾ കാണിക്കണുള്ളൂ ഇപ്പം ഈ പാർട്ടിനകത്ത്. സെക്കൻഡ് പാർട്ടിനകത്ത് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ വരും. നമ്മളിത് കാണാതെ പോകാണ്ട് നഷ്ടമാണ് നമുക്കെല്ലാവർക്കും. വലിപ്പമുള്ള മീനുകളാണ്. ചില ടാങ്കിനകത്തൊക്കെ ഒറ്റയ്ക്ക് മീനിട്ടുണ്ട്. അത് അത്രയും വലിപ്പമുള്ള മീനുകളായിട്ടായിരിക്കും. പിരാനൊക്കെ ഉണ്ട് ഇതിൽ. വലിയ വലിയ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണണം. മത്സ്യകന്യ കണ്ടോ, നമുക്ക് ടാറ്റൊക്കെ തരും. അവർ
നമ്മളെ സ്വീകരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയിലാണ് അവരുടെ ഇത്. നമുക്ക് അവിടെ ചെന്ന് അവർക്ക് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർ നമുക്ക് ടാറ്റൊക്കെ തരും. നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇതിലൊരുക്കിയിരിക്കണം മത്സ്യത്തിൻ്റെ ഭാഗത്ത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.